ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സിൽ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സിൻ്റെ ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. അതിൽ സെഡ് തന്നിട്ടില്ല, കറണ്ട് മാത്രമാണ് എല്ലാം തന്നിരിക്കുന്നത്. ഫേസർ ഡയഗ്രാം വരയ്ക്കണം. അതായത് ടോട്ടൽ കറണ്ട് 5.6, 2 ആംബിയർ റെസിസ്റ്റൻസിലൂടെ പോകുന്നു. അതായത് ഈ 300 വോൾട്ട് സപ്ലൈ വോൾട്ടേജിൽ തന്നെ കിടക്കുന്നതായിരിക്കും 2 ആംബിയർ. 4.5 എന്ന് പറയുന്നത് ഒരു ലാഗ് ചെയ്തിട്ടിരിക്കുന്നു. അത് തമ്മിലുള്ള റിസൾട്ടൻ്റ് ആംഗിളാണ് 5.6 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണേണ്ട ആവശ്യമുണ്ടാവും? കൊസൈൻ ആംഗിൾ കാണേണ്ട ആവശ്യമുണ്ടാവും. അങ്ങനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കൊസൈൻ ആംഗിൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അഡ്ജസൻറ്റ് സൈഡ് വേണം. അഡ്ജസൻറ്റ് സൈഡ് വേണമെങ്കിൽ നമുക്ക് 2 ആംബിയർ എ ബി മാത്രമേ ആയിട്ടുള്ളൂ. ബി സി കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ബി സി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് ഇതിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. 2 ആംബിയറിനോട് കൂടി ഇത് 4.5 ആണ്, ഇത് 4.5 തന്നെയാണ്. ഈ 4.5നെ കോസൈൻ ആംഗിൾ കൊണ്ട് ഗുണിച്ചതാണ് ബി സി എന്ന് പറഞ്ഞത്. പിന്നെ ഹൈപ്പോട്ടിനിയസ് 5.6 തന്നെ. അതൊരു മട്ടത്രികോണാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഡിയിൽ നിന്നൊരു ലൈൻ ഇങ്ങനെ വരച്ച് ഈ ബി സിക്ക് അല്ലെങ്കിൽ മൊത്തമുള്ള എ സിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടിരിക്കുകയാണ്, പെർപെൻഡിക്കുലർ ആയിട്ട്. പാരലോഗ്രാം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് വിചാരിക്കുന്നു. 4.2 ആംബിയർ 4.5 ലെന്തിൻ്റെ പകുതി 2 ആംബിയറിൽ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ടാവും എ ബി എന്ന് പറഞ്ഞത്. ഇനി അതിന് എ ബിക്ക് പാരലായിട്ട് തന്നെയാണ് ഈ 2 പോയിന്റ് ഉണ്ടാവുക. അതേപോലെ അതും 2 ആംബിയർ തന്നെ ആയിരിക്കും. അതേപോലെ ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ 4.5 തന്നെയാണ്. അതായത് ഈ നീളം തന്നെയാണ് ഇവിടെയും എടുക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ പാരലോഗ്രാം ലോ പ്രകാരം 2 സൈഡിൻ്റെ സ്ക്വയറും അതിനെ പ്ലസ് 2 ഇൻറ്റു 2 സൈഡും ഇൻറ്റു കോസ് തീറ്റയാണ് എന്തെന്ന് പറയുന്നത്? കോസ് തീറ്റയാണ് എന്തെന്ന് പറയുന്നത്? പാരലോഗ്രത്തിൻ്റെ ഡയഗണലിൻ്റെ സ്ക്വയറിന് തുല്യമായിട്ടുള്ളത്. ഡയഗണലാണ് 5.6. 5.6 സ്ക്വയർ ഈക്വൽ ടു 4.5 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4.5 ഇൻറ്റു 2 ഇൻറ്റു കോസ് തീറ്റയാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ കണ്ടുപിടിക്കാം. ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 കറണ്ട് തമ്മിലുള്ള ആംഗിളാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 5.6ൻ്റെ സ്ക്വയർ മൈനസ് 4.5ൻ്റെ സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4.5 ഇൻറ്റു 2, ദാറ്റ് ഈസ് 0.395 എന്ന് വരും. ദെൻ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് രണ്ടിനും തുല്യമാണ്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 300 ഡിവൈഡ് ബൈ 4.5, അതായത് 66.67 ഓം. സെഡിൻ്റെ കോസ് തീറ്റയാണ് എന്തെന്ന് പറയുന്നത്? 6 എന്ന് പറയുന്നത്. അപ്പോൾ 61.9. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എ സി ബൈ പവർ ഫാക്ടർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എ സി ബൈ അഡ്ജസൻറ്റ് ഡിവൈഡ് ബൈ തീറ്റ അല്ല ഫൈ ആണ്. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ 2 കൂട്ടണം 4.5 ഇൻറ്റു 0.395. 395 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് തന്നെയാണ്. അതുകൊണ്ടാണ്. പക്ഷേ 4.5ൻ്റെ കോസ് തീറ്റയാണ്. ഡിവൈഡഡ് ബൈ 5.6. എ ബി എന്ന് പറയുന്നത് 5.6 അല്ലേ? സോ 5.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.677 ലാഗ് ആണ് വാല്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.